മുനമ്പം ഭൂസമരത്തിന്റെ തുടർച്ചയുടെയും സമര നേതൃത്വം പാതിവഴിയിൽ നിർത്തിയ അവകാശ പോരാട്ടം മുനമ്പം ജനത ഏറ്റെടുത്തതിന്റെ വർഷമായിരുന്നു 2025. 2024 സെപ്റ്റംബർ 27 സമരപ്രഖ്യാപനത്തോടെ തുടക്കമിട്ട സമരത്തിൽ നിന്ന് ഇടതു വലതു മുന്നണി അവസാനം പിന്മാറിയ സമര നേതൃത്വത്തെയാണ് കേരളം കണ്ടത്. എന്നാൽ നേതൃത്വം പിന്മാറിയാലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് സത്യാഗ്രഹ സമരം തുടരുകയാണ് മുനമ്പം ജനത. ബോർഡിന്റെ അധിനിവേശവും ഒത്താശ ചെയ്യുന്ന LDF UDF മുന്നണികളെയും കണ്ട 2024 നിന്ന് 2025 മുനമ്പം സമരസമിതി തന്നെ സർക്കാരിന്റെ വ്യാജ വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയുന്നതും 2025 കണ്ടു. റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാനായിരുന്നു സമരമെങ്കിലും പ്രഖ്യാപിത അവകാശങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. മുനമ്പം ജനത മനസ്സിലാക്കി ഇരുമുന്നണികളുടെയും LDFൻ്റെയും UDFൻ്റെയും കുതന്ത്രങ്ങൾ, അവരുടെ ചതിക്കുഴികൾ അവർ പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ള സത്യം മുനമ്പം ജനത മനസ്സിലാക്കിയതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ ചതികൾക്കെതിരെ ഒരു വൻ തിരിച്ചടി മുനമ്പം ജനത നൽകി. BJPയോടൊപ്പം അണിചേർന്ന് 90% ക്രൈസ്തവർ താമസിക്കുന്ന മേഖല. ചരിത്രത്തിൽ BJP ജയിച്ചിട്ടില്ല. അവരാരും താമരയ്ക്ക് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. എങ്കിലും അവർ BJPയെ വിജയിപ്പിക്കണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചതിന് കാരണം ഈ രണ്ട് മുന്നണികളും അവരെ വർഷങ്ങളോളം ചതിക്കുകയായിരുന്നു എന്ന് സത്യം അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇലക്ഷന് വേണ്ടി നാടകം നടത്തി റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകിയെന്ന വസ്തുതാവിരുദ്ധത പ്രചരിപ്പിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കരമടക്കൽ പോലും റദ്ദ് ചെയ്ത് മുനമ്പം ജനതയെ വഞ്ചിച്ച കേരള സർക്കാരിനെതിരെയും അതിന് ഒത്താശ ചെയ്ത് ജനങ്ങളെ ഒറ്റുകൊടുത്ത ഭൂസംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെയും മുനമ്പം സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ അലയടിച്ച വർഷമായിരുന്നു 2025. നിരവധി വൈദികരടക്കം സമരങ്ങൾക്ക് പിന്തുണയുമായി എത്തി. ഓരോ ദിവസവും സമരത്തിന് പിന്തുണയേറി വന്നു. മുനമ്പം ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകാതെയായിരുന്നു ഡിസംബർ 1 സമരം അവസാനിപ്പിച്ചത്. അതേസമയം തന്നെ യഥാർത്ഥ മുനമ്പം ജനത വിജയം വരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സമരം അവസാനിപ്പിക്കുന്നത് ഭൂസംരക്ഷണ സമിതിയാണ് സമരം അവസാനിപ്പിക്കുന്നത്. അതൊരു 5 പേര് ചേർന്നെടുത്തൊരു തീരുമാനം. ഇത് 610 കുടുംബങ്ങളുടെ ഒരു ആവശ്യമാണ്. ഞങ്ങൾ നാളെ 2 മണിക്ക് ഇവർ സമരം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവിടെ സമരപന്തൽ തുടങ്ങും. നമ്മൾ പുതിയ സമരപന്തലിട്ട് ഞങ്ങൾ സമരപന്തൽ തുടങ്ങും. വഖഫ് ഭേദഗതി ബില്ലടക്കം കൊണ്ടുവന്ന് വഖഫ് അധിനിവേശത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ കേന്ദ്ര സർക്കാരിനും BJPക്കും വലിയ സ്വീകാര്യത ലഭിച്ചതും മാറ്റത്തിന്റെ സൂചകമായി. സമരഭൂമി ഉൾപ്പെട്ട പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ BJP ചരിത്രമെഴുതി കുഞ്ഞുമോൻ അഗസ്റ്റിനിലൂടെ വിജയക്കൊടി നാട്ടി. വഖഫിൻ്റെ കൂടെ ചേർന്ന കണ്ടിലാണ് 150 പേരും കൂടി പ്രമേയം പാസ്സാക്കി അവിടെ നമ്മുടെ നിയമസഭയിൽ ഇതാക്കിയത്. അപ്പോൾ പിന്നെ നമ്മളെ കൂടെ നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. അപ്പോഴാണ് BJP കടന്നു വരുന്നത്. നിങ്ങളുടെ ഈ സമരത്തിൽ അവസാന ഘട്ടം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നോക്കുമെന്ന് പറഞ്ഞാൽ അവരാണ് ഞങ്ങളെല്ലാ കാര്യത്തിലും ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് BJP ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പിന്നെ BJP അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയത് മുനമ്പത്തിന് വേണ്ടി മാത്രമുള്ള രീതിയിലേക്കാണ് വന്നത്. ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് BJP എന്നൊരു സംഭവം, ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുന്നത്. പോരാട്ടങ്ങൾ 2026 തുടരും. ഇത് ജീവിക്കാനുള്ള പോരാട്ടമാണ്. വിജയം മാത്രമാണ് ലക്ഷ്യം. ജനം, കൊച്ചി.